പണം ഇല്ലാത്തതുകൊണ്ട് ബിസിനസ് എന്ന സ്വപ്നത്തിൽ നിന്ന് പിന്തിരിയുന്ന ആളുകളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ബിസിനസ് അല്പം കൂടെ വിപുലീകരിച്ച് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഒന്ന് ഓർക്കുക, സ്വപ്നം കാണുന്നവരും അതിനായി പ്രയത്നിക്കുന്നവരും മാത്രമേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. സ്വന്തമായ ഒരു സംരംഭം തുടങ്ങണം, അതിനെ വിജയിപ്പിച്ച് ലോകം അറിയുന്ന ഒരു വലിയ ബ്രാൻഡ് ആക്കണം, അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് യുവാക്കൾ നമ്മുടെ രാജ്യത്തുണ്ട്. എന്നാൽ പലരെയും ഇതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. ഇവിടെയാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന നിങ്ങൾക്ക് സഹായകമാകുന്നത്. ഏറ്റവും ഈസിയായി ഈടുകളൊന്നും നൽകാതെ ലഭിക്കുന്ന ഒരു ലോണാണിത്. രാജ്യത്തെ കോർപ്പറേറ്റ് ഇതര, ഫാം ഇതര, ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങൾക്ക് 50,000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്ര യോജന. 2015 ഏപ്രിൽ മാസത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ശിശു, കിഷോർ, തരുൺ എന്നിങ്ങനെ 3 വിഭാഗങ്ങളാണ് ഇതിലുള്ളത്. ഇതിൽ 50,000 രൂപ വരെയാണ് ശിശു വിഭാഗത്തിൽ ലഭിക്കുന്ന വായ്പ പരിധി. നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിന്റെ ആദ്യഘട്ടത്തിലെ ചിലവിന് വേണ്ടിയൊക്കെ ഈ ലോൺ നോക്കാം. അടുത്തത് കിഷോർ, 5 ലക്ഷം രൂപ വരെ ഇതിൽ വായ്പ ലഭിക്കും. ഓൾറെഡി നിങ്ങൾക്ക് ഒരു ബിസിനസ് ഉണ്ട്, എന്നാൽ അതിന്റെ വിപുലീകരണത്തിന് വേണ്ടി കൂടുതൽ കാശ് വേണമെങ്കിൽ ഈ ലോൺ എടുക്കാവുന്നതാണ്. അവസാനത്തേത് തരുൺ, ഒരു സംരംഭം പൂർണ്ണമായി തുടങ്ങുന്നതിനാണിത്. 10 ലക്ഷം രൂപ വരെയാണ് ഈ വിഭാഗത്തിൽ വായ്പയായി ലഭിക്കുന്നത്. ബാങ്കുകൾ, RRB, ചെറു ധനകാര്യ സ്ഥാപനങ്ങൾ, സഹകരണ ബാങ്കുകൾ, NBFCകൾ എന്നിവ മുഖാന്തരം ഈ ലോണുകൾ ലഭിക്കും. എന്നാൽ കൃഷി പോലെ നേരിട്ടുള്ള കാർഷിക പ്രവൃത്തികൾക്ക് മുദ്രാ വായ്പ ലഭിക്കില്ല എന്നതാണ് മറ്റൊരു കാര്യം. പക്ഷേ കാർഷിക ഉൽപ്പന്നങ്ങൾ സംസ്കരിക്കുക, സംഭരിക്കുക, കേടുകൂടാതെ സൂക്ഷിക്കുക തുടങ്ങിയ വ്യാവസായിക ആവശ്യങ്ങൾക്കെല്ലാം ലോൺ ലഭിക്കും. ഇനി ഈ ലോണിന് വേണ്ടി അപേക്ഷിക്കുന്നതിന് ആവശ്യമായ രേഖകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആധാർ കാർഡ് കോപ്പിയും പാൻ കാർഡ് കോപ്പിയും നിർബന്ധമാണ്. വോട്ടർ ID കോപ്പിയും റേഷൻ കാർഡ് കോപ്പിയും ആവശ്യമാണ്. മുദ്രാ ലോൺ അപേക്ഷയും പ്രൊജക്ട് റിപ്പോർട്ടും നിർബന്ധമാണ്. പ്രൊജക്ട് റിപ്പോർട്ട് അതിന്റെ വിദഗ്ധരായ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ അത് വളരെ നന്നായിരിക്കും. സ്ഥലത്തിന്റെ കരമടച്ച റെസിപ്റ്റ്, അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ 4 എണ്ണവും നിർബന്ധമാണ്. വാടക എഗ്രിമെന്റും മുനിസിപ്പാലിറ്റിയുടെയോ പഞ്ചായത്തിന്റെയോ ലൈസൻസോ നിർബന്ധമാണ്. ഇനി എങ്ങനെയാണ് ഈ ലോണിന് അപേക്ഷിക്കുന്നത് എന്ന് നോക്കാം. മുമ്പ് പറഞ്ഞതുപോലെ കടം വാങ്ങുന്നയാൾ ഏതെങ്കിലും വായ്പാ സ്ഥാപനത്തെ സമീപിച്ചാലും അല്ലെങ്കിൽ www.udayamitra.in എന്ന ഈ പോർട്ടൽ വഴി ഓൺലൈനായും ഈ ലോണിന് അപേക്ഷിക്കാം. ഈ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭാവിയിലെ റെഫറൻസിനായി സൂക്ഷിക്കേണ്ട ഒരു ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്യപ്പെടും. അത് നിങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇനി ലക്ഷങ്ങളൊന്നും ഒരു വിഷയമല്ല എന്ന് മനസ്സിലായല്ലോ. സോ ഒരു എന്റർപ്രണർ ആവാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.